വിശദമായ റിപ്പോർട്ടുകളിലേക്ക് ആദ്യം തെരഞ്ഞെടുപ്പ് വിശേഷം. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി സംസ്ഥാന നേതാക്കൾ ഇന്ന് ഡൽഹിയിലെത്തും. നാളെ രാഹുൽ ഗാന്ധിയുമായി ചർച്ച നടത്തി അന്തിമ പട്ടികയ്ക്ക് രൂപം നൽകും. കെപിസിസി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ, സംഘടനാ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, ഉമ്മൻചാണ്ടി എന്നിവരുടെ സ്ഥാനാർത്ഥിത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിർണായകമാകും. CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടെ കോൺഗ്രസിന്റെ സീറ്റ് ചർച്ചകൾക്ക് വേഗം വെച്ചെങ്കിലും തീരുമാനം നീളുകയാണ്. മുതിർന്ന നേതാക്കളെ തന്നെ രംഗത്തിറക്കണമെന്ന ആവശ്യമുയർന്നിട്ടുണ്ടെങ്കിലും മത്സരിക്കാനില്ല നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഉമ്മൻചാണ്ടിയും മുല്ലപ്പള്ളി രാമചന്ദ്രനും VM സുധീരനും. ഇക്കാര്യത്തിൽ തീരുമാനം ഹൈക്കമാൻഡ് എടുക്കട്ടെ എന്നാണ് സംസ്ഥാന നേതാക്കളുടെ തീരുമാനം. തിരക്കിട്ട ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം സിറ്റിംഗ് MLA-മാരെ കൂടി ഉൾപ്പെടുത്തി പ്രാഥമിക പട്ടിക തയ്യാറാക്കിയിട്ടുണ്ട്. എന്നാൽ സിറ്റിംഗ് MLA-മാരെ മത്സരിപ്പിക്കുന്നതിന് ഹൈക്കമാൻഡിന്റെ അനുമതി വേണം. തിരുവനന്തപുരം സിറ്റിംഗ് MP ശശി തരൂർ തന്നെയാണ് സ്ഥാനാർത്ഥി. ആറ്റിങ്ങലിൽ മണ്ഡലം പിടിക്കാൻ അടൂർ പ്രകാശ് MLA-ക്കാണ് ഒന്നാം പരിഗണന. പത്തനംതിട്ടയിൽ DCC എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും സിറ്റിംഗ് MP ആന്റോ ആന്റണിയും മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷും മത്സരിക്കും. വയനാട് മണ്ഡലം A ഗ്രൂപ്പിന് വിട്ടു നൽകിയാൽ പകരം ഇടുക്കി വേണമെന്നാണ് I ഗ്രൂപ്പിന്റെ ആവശ്യം. അങ്ങനെയെങ്കിൽ ജോസഫ് വാഴക്കനെ മത്സരിപ്പിക്കാനാണ് ആലോചന. എറണാകുളത്ത് സിറ്റിംഗ് MP KV തോമസ് ചെറുപ്പക്കാർക്ക് വഴിമാറണമെന്നാണ് ആവശ്യം. ഹൈബിയുടെ MLA-യുടെ പേരാണ് പകരം നിർദ്ദേശിച്ചിരിക്കുന്നത്. സിറ്റിംഗ് MPയെ മാറ്റാനും ഹൈക്കമാൻഡിന്റെ അനുമതി വേണം. ചാലക്കുടിയിൽ UDF കൺവീനർ ബെന്നി ബെഹനാൻ, തൃശൂരിൽ TN പ്രതാപൻ, പാലക്കാട് VK ശ്രീകണ്ഠൻ എന്നിവരെയാണ് പരിഗണിക്കുന്നത്. ഷാനിമോൾ ഉസ്മാന് പുറമെ സ്ത്രീ പ്രാതിനിധ്യത്തിൽ ആലത്തൂരിൽ രമ്യ ഹരിദാസിന്റെ പേരും പരിഗണനയിലുണ്ട്. കോഴിക്കോട് MK രാഘവൻ തന്നെ വീണ്ടും മത്സരിക്കും. വയനാട്ടിൽ T സിദ്ദിഖ് അല്ലെങ്കിൽ ഷാനിമോൾ ഉസ്മാൻ. വടകരയിൽ RMPയുമായി കൂടിയാലോചിച്ചായിരിക്കും സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുക. കണ്ണൂരിൽ K സുധാകരൻ തന്നെ വീണ്ടും ഇറങ്ങും. കാസർഗോഡ് സുബ്ബയ്യ റായിക്കാണ് പ്രഥമ പരിഗണന. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയതിനാൽ ആലപ്പുഴയിൽ വീണ്ടും മത്സരിക്കാൻ K.C. വേണുഗോപാലിനും രാഹുൽ ഗാന്ധിയുടെ അനുമതി വേണം. മുതിർന്ന നേതാക്കൾ തന്നെ കളത്തിലിറങ്ങണമെന്ന ആവശ്യം ശക്തമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി പറഞ്ഞാലേ അവർ ഇറങ്ങൂ. അങ്ങനെയെങ്കിൽ മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളിലും മാറ്റം വന്നേക്കാം. R. കിരൺ ബാബു, പൊളിറ്റിക്കൽ ബ്യൂറോ, ന്യൂസ് 18. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ കേരള കോൺഗ്രസിന്റെ നിർണായക യോഗങ്ങൾ ഇന്ന് കോട്ടയത്ത്. സ്ഥാനാർത്ഥിയാകാനുള്ള PJ ജോസഫിന്റെ തീരുമാനം KM മാണി അംഗീകരിക്കാനിടയില്ല. ജോസഫ് പിൻവാങ്ങിയില്ല എങ്കിൽ കേരള കോൺഗ്രസിൽ പൊട്ടിത്തെറിയുണ്ടാവും. രാവിലെ പാർലമെന്ററി പാർട്ടി യോഗവും ഉച്ചയ്ക്ക് ശേഷം സ്റ്റിയറിംഗ് കമ്മിറ്റിയുമാണ് കേരള കോൺഗ്രസ് വിളിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗ് അധിക സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ നിന്ന് പിൻവാങ്ങിയതോടെ രണ്ടാം സീറ്റ് ആവശ്യം കേരള കോൺഗ്രസും ഉപേക്ഷിക്കും. ഇതോടെ ഇന്നത്തെ ചർച്ചയുടെ പ്രധാന അജണ്ട സ്ഥാനാർത്ഥി നിർണയമാകുകയാണ്. സ്ഥാനാർത്ഥിത്വത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത PJ ജോസഫിന്റെ നിലപാടാണ് മാണിക്ക് മുന്നിലുള്ള വെല്ലുവിളി. ഇതെങ്ങനെ മറികടക്കുമെന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. ജോസഫിന് സീറ്റ് നൽകുന്നത് ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഭാവിക്കുള്ള തിരിച്ചടിയാകുമെന്ന് KM മാണി വിലയിരുത്തുന്നു. ഈ സാഹചര്യത്തിൽ ജോസഫിന് സീറ്റ് നൽകാതിരിക്കാനാകും ശ്രമം. പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ്. അത് പാർട്ടിയാണ് തീരുമാനമെടുക്കേണ്ടത്. പാർട്ടി തീരുമാനം. സഭാ നേതൃത്വങ്ങൾ ഇടപെട്ട സാഹചര്യത്തിൽ പിളർപ്പിലേക്ക് പാർട്ടി പോകില്ലെന്നാണ് സൂചന. പക്ഷേ പ്രശ്നം എങ്ങനെ പരിഹരിക്കുമെന്ന കാര്യത്തിൽ ഒരു ധാരണയുമായിട്ടില്ല. ന്യൂസ് 18 കോട്ടയം. മലപ്പുറത്തെ PK കുഞ്ഞാലിക്കുട്ടിയുടെ സ്ഥാനാർത്ഥിത്വം ഉപാധികളോടെ 5 വർഷം MPയായി തുടരണമെന്നും ദേശീയ തലത്തിൽ സജീവമായ ഇടപെടൽ നടത്തണമെന്നുമായിരുന്നു ഹൈദരാലി ശിഹാബ് തങ്ങൾ മുന്നോട്ട് വെച്ച ഉപാധികൾ. പൊന്നാനിയിലെ ഭീഷണി ഒഴിവാക്കാൻ ഇത്തവണ PK കുഞ്ഞാലിക്കുട്ടി മത്സരിക്കണമെന്നായിരുന്നു പാർട്ടിയിൽ ഉയർന്ന ആവശ്യം. എന്നാൽ മലപ്പുറമില്ലെങ്കിൽ മത്സരത്തിനില്ലെന്ന് കുഞ്ഞാലിക്കുട്ടി നിലപാടെടുത്തതോടെ നേതൃത്വം കുഴങ്ങി. ഇതോടെയാണ് പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ PK കുഞ്ഞാലിക്കുട്ടിക്ക് മുന്നിൽ ഉപാധികൾ വെച്ചത്. കോൺഗ്രസ് സർക്കാർ അധികാരത്തിൽ വന്നാൽ മന്ത്രിപദം ലഭിച്ചില്ലെങ്കിലും MPയായി തുടരണം. MP സ്ഥാനം രാജിവെച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകില്ല. മണ്ഡലമാറ്റ ചർച്ചകളെക്കുറിച്ച് ചോദിച്ചപ്പോൾ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം ഇങ്ങനെ: പാർട്ടിക്കുള്ളിൽ പല ചർച്ചയും നടക്കുമല്ലോ, അന്തിമ തീരുമാനമല്ലേ ഞങ്ങൾക്ക് പറയാൻ പറ്റും. ബാക്കിയൊക്കെ മീഡിയ ചർച്ച ചെയ്യുന്ന കാര്യങ്ങളാണ്. പൊന്നാനിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി പാർട്ടി നേരിടുന്നുണ്ടോ? ഒരു പ്രതിസന്ധിയില്ല. അതാ പറഞ്ഞത്. അവിടെ UDF ഒറ്റക്കെട്ടാണ്. അവിടെ വൻ വിജയമാണ്. പൊന്നാനിയിൽ എന്തെങ്കിലും തിരിച്ചടിയുണ്ടാവുകയാണെങ്കിൽ ഉത്തരവാദി കുഞ്ഞാലിക്കുട്ടിയായിരിക്കുമെന്ന സൂചന നൽകുകയായിരുന്നു ഉപാധികളിലൂടെ ഹൈദരലി തങ്ങളുടെ ലക്ഷ്യം. മണ്ഡലമാറ്റമെന്ന ആവശ്യം മറികടന്നുവെങ്കിലും മുസ്ലിം ലീഗിലെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ കുഞ്ഞാലിക്കുട്ടിയെ പ്രതിസന്ധിയിലാക്കുന്നതാണ്. ഒപ്പം പൊന്നാനി കൈവിടാതെ നോക്കേണ്ടത് ഇനി കുഞ്ഞാലിക്കുട്ടിയുടെ കൂടി ബാധ്യതയായി മാറുകയും ചെയ്യും. കോഴിക്കോട് നിന്നും മുഹമ്മദ് ഷഹീദ്, ന്യൂസ് 18. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിലടക്കം സ്വീകരിക്കേണ്ട നിലപാടുകൾ ചർച്ച ചെയ്യാൻ RMP സംസ്ഥാന കമ്മിറ്റി യോഗം ഇന്ന്.
വടകര മണ്ഡലത്തിൽ പി ജയരാജൻ മത്സരിക്കുന്ന സാഹചര്യത്തിൽ സ്ഥാനാർത്ഥിയെ നിർത്താതെ യുഡിഎഫിനെ പിന്തുണയ്ക്കണമെന്ന ആവശ്യം പാർട്ടിയിൽ ശക്തമാണ്. എന്നാൽ യുഡിഎഫിനെ പരസ്യമായി പിന്തുണയ്ക്കുന്ന നിലപാട് ഓഞ്ചിയത്തിന് പുറത്ത് രാഷ്ട്രീയമായി ദോഷം ചെയ്യുമെന്നും അഭിപ്രായമുണ്ട്. കെ രമ സ്ഥാനാർത്ഥിയാവണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടേക്കാം. രാവിലെ 11 മുതൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിലാണ് യോഗം. മറ്റ് മുന്നണികൾ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും മുൻപേ തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിച്ച ഇടതുമുന്നണി. മുന്നണിയുടെ ആദ്യ മണ്ഡലം കൺവെൻഷൻ ഇന്ന് പാലക്കാട് നടക്കും. 14-ാം തീയതി മണ്ഡലം കൺവെൻഷനുകൾ പൂർത്തിയാക്കും. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നില്ലെങ്കിലും ഇടതുമുന്നണി സജീവ പ്രചരണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥികളെ മുന്നണി നേതൃത്വം പ്രഖ്യാപിച്ചതിന് പിന്നാലെ റോഡ് ഷോകളുമായി സ്ഥാനാർത്ഥികളും പ്രവർത്തകരും തെരുവിലിറങ്ങി. ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും ആശീർവാദം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി വഴിപ്പാറിയെ ധന്യമാക്കി ഈ രാജവീഥികളെ ധന്യമാക്കി കടന്നു വരുന്നു. ആശീർവദിക്കുക, അനുഗ്രഹിക്കുക. പാലക്കാട് സ്ഥാനാർത്ഥി MP രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഇടതുമുന്നണി കൺവീനർ A വിജയരാഘവൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, VS അച്യുതാനന്ദൻ, ഘടകകക്ഷി നേതാക്കൾ എന്നിവരെല്ലാം വിവിധ കൺവെൻഷനുകളിൽ പങ്കെടുക്കും. വൈകാതെ മുന്നണിയുടെ കേന്ദ്ര നേതാക്കളും സംസ്ഥാനത്തെത്തും. UDF-ഉം NDA-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതിന് മുന്നേ പ്രചരണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കാനാണ് ഇടതുമുന്നണിയുടെ ശ്രമം. ന്യൂസ് 18 തിരുവനന്തപുരം. ആലപ്പുഴ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. UDF-ഉം NDA-യും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും ഇടത് സ്ഥാനാർത്ഥി AM ആരിഫ് ചുവരെഴുത്തുകളും റോഡ് ഷോയുമൊക്കെയായി മണ്ഡലത്തിൽ സജീവമായി കഴിഞ്ഞു. നാം അറിയുന്ന, നമ്മെ അറിയുന്ന ഈ വഴിത്താരകളിലൂടെ ഇതുവഴി കടന്നു വരികയാണ്. വേണുപോലാണെങ്കിലും നല്ല മത്സരം വരും, അത്ര ഇതിലും ചാൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇത് ഇപ്പോൾ 3 ടൈം ഇപ്പോൾ അവിടെ ഒരു വലിയ വികസനം അവിടെ കാഴ്ചവെച്ചിരിക്കുകയാണ്. സ്ഥാനാർത്ഥിയായി അരൂർ MLA AM ആരിഫ് എത്തിയതോടെ മണ്ഡലം തിരിച്ചെടുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് MP KC വേണുഗോപാൽ തന്നെ മത്സരിക്കുകയാണെങ്കിൽ ഇഞ്ചോടിഞ്ചു പോരാട്ടമാകും ആലപ്പുഴയിൽ. അഖിലേന്ത്യാ തലത്തിൽ സംഘടനാ ചുമതല ഉണ്ടെങ്കിലും മണ്ഡലം വിട്ടുനൽകാതിരിക്കാൻ KC തന്നെ വേണമെന്നാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ആവശ്യം. എന്തായാലും ആവേശകരമായ പോരാട്ടം ആലപ്പുഴയിൽ നടക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ. ഇലക്ഷൻ എതിർ സ്ഥാനാർത്ഥി വന്നാലേ ആവുള്ളൂ. ഉള്ള ഇവിടെ മാത്രം ആരിഫ് LDF-ന്റെ നല്ലൊരു സ്ഥാനാർത്ഥിയാണ്. ഇനി അടുത്ത സ്ഥാനാർത്ഥി വന്നാലേ അറിയാൻ ഒക്കത്തുള്ളൂ. UDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചില്ലെങ്കിലും KC വേണുഗോപാലിനും AM ആരിഫിനും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള ചുവരെഴുത്തുകളും തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് 18 ആലപ്പുഴ. എറണാകുളം മണ്ഡലത്തിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി P രാജീവിന്റെ പ്രചാരണം തുടങ്ങി. ഇക്കുറി മണ്ഡലം CPM പിടിച്ചെടുക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് അണികൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം MK സാനുവിനെ നേരിൽ കണ്ടാണ് ഇടതുപക്ഷ സ്ഥാനാർത്ഥി P രാജീവ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. മികച്ച രാഷ്ട്രീയ പ്രവർത്തകനായ രാജീവിന് ചെയ്യുന്ന വോട്ട് നമുക്ക് തന്നെ ബഹുമതിയായി മാറുമെന്ന് MK സാനു. ദീർഘവീക്ഷണത്തോടുകൂടി ഞങ്ങളുടെ അഭിമാനഭാജനമായ ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്ത് ഇതാ പാർലമെന്റിൽ അയച്ചിരിക്കുന്നു എന്ന് നാം പറയുന്നു. അനന്തര തലമുറകൾ അക്കാര്യം പറഞ്ഞ് നമ്മളെ ശ്ലാഘിക്കുകയും ഓർമ്മിക്കുകയും ചെയ്യുമെന്നാണ് ഉറപ്പാണ്. എറണാകുളം മണ്ഡലത്തിലെ CPM നോർത്ത് ഏരിയ കമ്മിറ്റി ഓഫീസിൽ നിന്നും കച്ചേരിപ്പടിയിലേക്ക് കാൽനടയായിരുന്നു ആദ്യ പ്രചരണം. P രാജീവിലൂടെ ഇത്തവണ മണ്ഡലം പിടിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് പ്രവർത്തകർ. എറണാകുളത്ത് പിടിച്ചെടുക്കും എന്നതിൽ ഞങ്ങൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ട്. അതിന് പറ്റുന്ന സ്ഥാനാർത്ഥിയാണ്, അതിന് പറ്റുന്ന രാഷ്ട്രീയ അന്തരീക്ഷവും അത് അനുകൂലമാണ്. പോസ്റ്റർ ഒട്ടിച്ചും ചെണ്ട കൊട്ടിയുമൊക്കെ പ്രവർത്തകരും തെരഞ്ഞെടുപ്പ് പ്രചരണം സജീവമാക്കി കഴിഞ്ഞു. ന്യൂസ് 18 കൊച്ചി. മലപ്പുറം ജില്ലയിൽ ഇടത് സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിന് ആവേശോജ്വല തുടക്കം. മലപ്പുറം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി VP സാനു മുതിർന്ന പാർട്ടി പ്രവർത്തകരുടെ വീടുകൾ സന്ദർശിച്ച് പ്രചാരണത്തിന് തുടക്കമിട്ടു. പൊന്നാനിയിൽ ജനകീയ റാലിയോടെയാണ് PV അൻവർ പ്രചാരണം ആരംഭിച്ചത്. പെരിന്തൽമണ്ണ മണ്ഡലത്തിലാണ് VP സാനു പ്രചാരണം തുടങ്ങിയത്. ആദ്യം പോയത് പാർട്ടിയുടെ മുതിർന്ന നേതാവായ മേലാറ്റൂർ പത്മനാഭന്റെ വീട്ടിലേക്ക്. മങ്കടയും പെരിന്തൽമണ്ണയും പല ആവർത്തി ഇടതുപക്ഷം വിജയിച്ചിട്ടുള്ള സ്ഥലങ്ങളുമാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പൊന്നാപുരം കോട്ട എന്നൊന്നുമില്ല. മങ്കട, പെരിന്തൽമണ്ണ മണ്ഡലങ്ങളിലൂടെയായിരുന്നു സാനുവിന്റെ ആദ്യ ദിന പ്രചാരണം. ഔദ്യോഗിക പ്രഖ്യാപനം വന്നതോടെ യുവാക്കളും പ്രചാരണ രംഗത്ത് സജീവമായി. PV അൻവറിന്റെ പൊന്നാനി മണ്ഡലത്തിലേക്കുള്ള വരവ് തിരൂരിലെ ജനകീയ റാലിയോടെയായിരുന്നു. തിരൂർ താഴെപ്പാലം മുതൽ ബസ് സ്റ്റാൻഡ് വരെ നൂറുകണക്കിന് പ്രവർത്തകരാണ് അണിനിരുന്നത്. പൊന്നാനി മണ്ഡലത്തിലെ UDF വോട്ടുകൾ കൂടി തനിക്ക് കിട്ടുമെന്ന് അൻവർ ഉറപ്പിക്കുന്നു. ഇവിടെ ജനങ്ങളുടെ മനസ്സ് നമുക്കൊപ്പമാണ്. ഒരു മാറ്റം ജനം ആഗ്രഹിക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ അടിസ്ഥാനപരമായ പ്രശ്നം. വളരെ ഉഷാർ. ഇതൊക്കെ നമ്മൾ അങ്ങാടിയല്ലേ, നമ്മൾ കേസും കോൺഗ്രസും ഞാനും അത്രമാനും കോട്ടി കളിച്ച് നടന്ന സ്ഥലങ്ങളത്. അടുത്ത ആഴ്ച നടക്കുന്ന മണ്ഡലം പ്രചാരണ യോഗങ്ങൾക്ക് ശേഷമായിരിക്കും സ്ഥാനാർത്ഥികളുടെ പര്യടനങ്ങൾക്ക് പൂർണ്ണരൂപം കൈവരിക. ഗൃഹസന്ദർശനത്തിലൂടെയാണ് മലപ്പുറത്ത് VP സാനു പ്രചാരണത്തിന് തുടക്കമിട്ടതെങ്കിൽ അണികളെ ഇളക്കി മറിച്ചിട്ടുള്ള റാലിയോടെയാണ് PV അൻവർ പൊന്നാനിയിൽ പ്രചാരണം തുടങ്ങുന്നത്. തിരൂരിൽ നിന്നും അഖിലോട്ടുപറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ പ്രചാരണ രംഗത്ത് സജീവമായി കൊല്ലത്തെ ഇടത് സ്ഥാനാർത്ഥി KN ബാലഗോപാൽ. റോഡ് ഷോയോടെയാണ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. UDF സ്ഥാനാർത്ഥിയായി NK പ്രേമേന്ദ്രൻ നേരത്തെ ഇറങ്ങിയെങ്കിലും KN ബാലഗോപാലിന്റെ പ്രചാരണ തുടക്കം ആവേശമായി. പുനലൂർ മണ്ഡലത്തിൽ LDF നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം റോഡ് ഷോ. സ്ഥാനാർത്ഥിക്കൊപ്പം ബൈക്ക് റാലിയുമായി പ്രവർത്തകരും. വ്യക്തികൾ തമ്മിലുള്ള മത്സരമല്ല, രാഷ്ട്രീയ പോരാട്ടമാണ് നടക്കുന്നതെന്ന് KN ബാലഗോപാൽ. ഇവിടെ പല ജനപ്രതിനിധികളുണ്ട്, ഞങ്ങളുടെ പാർട്ടി LDFന്റെ പ്രവർത്തകരെല്ലാവരും ഉണ്ട്. എല്ലാവരും സ്ഥാനാർത്ഥിയാണ്. എല്ലാവരുടെയും കൂടി ഒരു പ്രതീകമാണ് സ്ഥാനാർത്ഥി എന്നാണ് ഞങ്ങൾ കാണുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ സജീവമായി പ്രവർത്തിക്കാൻ എല്ലാവരും ഉണ്ട്. അതിനകത്ത് സ്ഥാനാർത്ഥിയായിട്ട് തന്നെ തീരുമാനിച്ചിരിക്കുന്നേ ഉള്ളൂ. ഈ ജില്ലയിലെ, ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ആകെ, പുരോഗമന വിശ്വാസികളുടെ ആകെ പ്രതിനിധിയായിട്ട് ഞാൻ അതിന്റെ ഭാഗമായിട്ട് ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ചാടയമംഗലം മണ്ഡലത്തിലായിരുന്നു ആദ്യ റോഡ് ഷോ. ശേഷം ചാത്തന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ. KN ബാലഗോപാലിന് വേണ്ടിയുള്ള ചുവരെഴുത്തുൾപ്പെടെയുള്ള പ്രചാരണ പ്രവർത്തനങ്ങൾ LDF തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് 18 കൊല്ലം. BJP ജനറൽ സെക്രട്ടറിമാർ നയിക്കുന്ന പരിവർത്തൻ യാത്രകൾക്ക് ഇന്ന് സമാപനമാകും. യാത്രകൾ അവസാനിക്കുന്നതോടെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കാനാണ് BJP തീരുമാനം. നാളെ പാർട്ടി കോർ കമ്മിറ്റി യോഗം ചേർന്ന് പ്രാഥമിക പട്ടിക തയ്യാറാക്കും. ചൊവ്വാഴ്ച കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരത്ത് എത്തുന്നതോടെ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജിതമാക്കാനാണ് BJP തീരുമാനം. കുമ്മനം രാജശേഖരൻ ഒരു സ്ഥാനാർത്ഥി മാത്രമാണ് എന്നും ഗവർണറായിരുന്നതുകൊണ്ട് വോട്ട് കിട്ടില്ല എന്നും തിരുവനന്തപുരത്തെ LDF സ്ഥാനാർത്ഥി C ദിവാകരൻ. മറ്റാരും തയ്യാറാകാത്തതിനാലാണ് ഗവർണർ സ്ഥാനം രാജിവെപ്പിച്ച് കുമ്മനത്തെ സ്ഥാനാർത്ഥിയാക്കിയത്. തിരുവനന്തപുരത്ത് ജയിക്കുമെന്ന ആത്മവിശ്വാസം BJPക്ക് ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ O രാജഗോപാലിന് ലഭിച്ചത് BJP വോട്ടുകളല്ല എന്നും C ദിവാകരൻ അഭിപ്രായപ്പെട്ടു. ന്യൂസ് 8ന്റെ വരികൾക്കിടയിൽ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുമ്മനം തന്നെ രാജിവെച്ച് ഇവിടെ വന്നതാ മത്സരം കാഴ്ചവെക്കാൻ പോവുകയാണ്. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്താണ് BJP. O രാജഗോപാൽ മൊബിലൈസ് ചെയ്ത അത് BJP വോട്ടല്ല, അത് നോൺ BJP വോട്ട്, ഒരു സെറ്റ് വോട്ടുണ്ട്. അത് എന്തായാലും ഇദ്ദേഹത്തിന് കിട്ടുമെന്ന് അദ്ദേഹം തെളിയിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എനിക്ക് കുമ്മനം രാജശേഖരനല്ല ആര് വന്നാലും അവരെല്ലാം ശരത്തെ അവരെല്ലാം സ്ഥാനാർത്ഥിയാണ്, അല്ലാതെ വേറെ ആരുമല്ല അവർ. ഇപ്പോൾ അദ്ദേഹം ഗവർണറൊന്നും അല്ലല്ലോ. ഇല്ല, നരേന്ദ്രമോദി നാളെ ഇലക്ഷൻ അദ്ദേഹം നരേന്ദ്രമോദി ഞാൻ പ്രൈം മിനിസ്റ്ററാണ്, എനിക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാൻ പറ്റുമോ? ഓൺലി ഈസ് ആഫ്റ്റർ എ കാൻഡിഡേറ്റ്. താങ്കൾ പറഞ്ഞു വരുന്നത് ഈ പ്രധാനപ്പെട്ട ആളുകൾ മത്സരിക്കാൻ വിമുഖത കാട്ടിയപ്പോൾ കുമ്മനത്തെ നിർബന്ധിച്ച് രാജിവെപ്പിച്ചുകൊണ്ടൊന്ന് മത്സരിപ്പിക്കുന്നു. ഉറപ്പല്ലേ, വാർത്തകൾ വന്ന അങ്ങനെയല്ലേ. അവസാനം പ്രൈം മിനിസ്റ്റർ അനുവാദം കൊടുത്തു. വിജയം സംബന്ധിച്ച ഒരു ആത്മവിശ്വാസം BJPക്ക് തിരുവനന്തപുരത്ത് പഴയ പോലെ ഇല്ലെന്നാണോ പറയുന്നത്? അല്ല, പഴയ പോലെ നല്ല ഒരു കാലത്ത് അവർക്കില്ല. വരികൾക്കിടയിൽ പൂർണ്ണരൂപം കാണാം. ഇന്ന് രാത്രി 9 മണിക്കും രാവിലെ 9 മണിക്കും. ബംഗാളിൽ CPMന്റെ 2 സിറ്റിംഗ് സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ നിർത്തില്ല. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതായാണ് സൂചന. സംസ്ഥാന ഘടകവുമായുള്ള ചർച്ചയ്ക്ക് ശേഷം ഔദ്യോഗികമായി തീരുമാനം അറിയിക്കും. കോൺഗ്രസുമായി സഖ്യത്തിലേർപ്പെടില്ല എങ്കിലും ധാരണയാവാമെന്ന് CPMും തീരുമാനിച്ചിരുന്നു. 42 ലോക്സഭാ മണ്ഡലങ്ങളുള്ള ബംഗാളിൽ 2014 തെരഞ്ഞെടുപ്പിൽ CPM 2ഉം കോൺഗ്രസ് 4 സീറ്റുകളിൽ വിജയിച്ചിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം ചൊവ്വാഴ്ചയ്ക്ക് മുൻപ് ഏത് ദിവസവും ഉണ്ടാകുമെന്ന സൂചന. പ്രഖ്യാപന വേദിയായ ഡൽഹിയിലെ വിജ്ഞാൻ ഭവൻ 3 ദിവസത്തേക്ക് കമ്മീഷൻ ബുക്ക് ചെയ്തതായാണ് സൂചന. ഇതോടെ ഇന്നുവരെ
ഇന്നോ വരും ദിവസങ്ങളിലോ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷ. ശനിയാഴ്ച തന്നെ പ്രഖ്യാപനം പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും നീളുകയാണ്. പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന പരിപാടികൾ പൂർത്തിയാക്കാനാണ് കമ്മീഷൻ തീയതി പ്രഖ്യാപനം വൈകിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷം വിമർശിച്ചു. ഇന്നും പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഉദ്ഘാടന പരിപാടികൾ നിശ്ചയിച്ചിട്ടുണ്ട്. ജമ്മു കാശ്മീർ അതിർത്തിയിൽ വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ച് പാകിസ്ഥാൻ. ഇന്നലെ വൈകിട്ട് രജൌരി മേഖലയിലാണ് വെടിവെപ്പുണ്ടായത്. വൈകിട്ട് 6 മുതൽ കനത്ത ഷെല്ലാക്രമണവുമുണ്ടായി. അഗ്നൂർ മേഖലയിലും വെടിവെപ്പുണ്ടായി. ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിച്ചു. ഭീകരപ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ പാകിസ്ഥാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്നില്ല എന്ന് ഇന്ത്യ ആരോപിച്ചു. നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വാസയോഗ്യമാവുന്ന തെളിവുകൾ പുറത്തുവിടണമെന്നും വിദേശ മന്ത്രാലയ വക്താവ് രവീഷ് കുമാർ പറഞ്ഞു. CPM നിയന്ത്രണത്തിലുള്ള ടൂറിസം സഹകരണ സംഘത്തിന് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് ഇളവ് നൽകിയത് 1.25 കോടി രൂപ. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി പ്രകാരം UDF ഭരണസമിതി CPM നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് ടൂറിസം പ്രൊമോഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് ഇത്രയും തുക ഇളവ് നൽകിയത്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ ജപ്തി നടപടി ശക്തമാക്കിയ ധനകാര്യ സ്ഥാപനമാണ് കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക്. എന്നാൽ CPM നിയന്ത്രണത്തിലുള്ള കോഴിക്കോട് ഡിസ്ട്രിക്ട് കോ ഓപ്പറേറ്റീവ് ട്രാവൽ ടൂറിസം ആൻഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് ഈ ബാങ്ക് പലിശ ഇനത്തിൽ 1.25 കോടി രൂപയുടെ ഇളവാണ് നൽകിയത്. ഇവിടുത്തെ സാധാരണക്കാരൻ്റെ പേരിൽ പത്രപരസ്യത്തിൻ്റെ പേരിൽ ഇത്രയും വലിയ തുക, ജപ്തിയുടെ പേരിൽ ഇത്രയും വലിയ തുക എഴുതിയെടുക്കുന്ന ബാങ്ക് അവന് ചെറിയൊരു സാമ്പത്തിക സഹായം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ തിരിച്ചടയ്ക്കുന്നേ ഉള്ളൂ. 2008 സെപ്റ്റംബറിൽ 4.25 കോടി രൂപ CPM നേതാക്കളായ P സതീദേവി, M ഭാസ്കരൻ എന്നിവർ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സൊസൈറ്റി വായ്പയെടുത്തു. ആദ്യ 2 വർഷം അടച്ചു. പിന്നീട് 4 വർഷത്തേക്ക് തിരിച്ചടവ് മുടങ്ങിയപ്പോൾ പലിശ മാത്രം 3 കോടിയായി. 2014 ഡിസംബറിൽ ഒറ്റത്തവണ തീർപ്പാക്കലിൽ 1.25 കോടി രൂപ ജില്ലാ സഹകരണ ബാങ്ക് ഒറ്റയടിക്ക് എഴുതി തള്ളി. കഴിഞ്ഞ ബാങ്കിന്റെ ഭരണസമിതിന്റെ കാലത്തായിരുന്നു അതിൽ അന്നത്തെ വൺ ഡേ സെറ്റിൽമെന്റ് സ്കീം പ്രകാരമുള്ള ഇളവ് അനുവദിച്ചുകൊണ്ട് ഏകദേശം 40% ഇളവ് അനുവദിച്ചുകൊണ്ടാണ് നമ്മുടെ ആ വായ്പ ക്ലോസ് ചെയ്തിട്ടുള്ളത്. അവർ ഒരു പോർഷൻ വിൽപ്പന നടത്തിയിട്ടൊക്കെ ക്ലോസ് ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. ടൂറിസം സൊസൈറ്റിയെക്കുറിച്ച് ബാങ്ക് അധികൃതർക്ക് പോലും കൃത്യമായ വിവരമില്ല. ഞങ്ങൾ ടൂറിസം സൊസൈറ്റിയുടെ ഓഫീസ് അന്വേഷിച്ചിറങ്ങി. ഒടുവിൽ പാളയത്ത് ഓഫീസ് കണ്ടെത്തി. 2 ജീവനക്കാർ മാത്രമുള്ള ഓഫീസിന്റെ പ്രവർത്തനം ഏറെക്കുറെ നിലച്ചമട്ടാണ്. CPM നിയന്ത്രണത്തിലുള്ള കടലാസ് സംഘടനയാണ് കോംട്രസ്റ്റ് ഭൂമിയുടെ ജാമ്യത്തിൽ വായ്പയെടുത്ത് 1.25 കോടിയുടെ ഇളവ് നേടിയതെന്ന് വ്യക്തം. കിട്ടാക്കടം തിരിച്ചുപിടിക്കാൻ കർഷകരുടെ ഭൂമിയും വീടും ജപ്തി ചെയ്യുന്ന കോഴിക്കോട് സഹകരണ ബാങ്കാണ് ഒരു കടലാസ് സംഘടനയ്ക്ക് 1.25 കോടിയോളം രൂപയുടെ പലിശയിൽ ഇളവ് വരുത്തിയിരിക്കുന്നത്. CPM നിയന്ത്രണത്തിലുള്ള കടലാസ് സംഘത്തിന് ഒത്താശ ചെയ്തതാകട്ടെ UDF ഭരണസമിതിയും. കോഴിക്കോട് നിന്ന് ക്യാമറാമാൻ സ്വരൂപ് നിവേദ്യയ്ക്കൊപ്പം S വിനേഷ് കുമാർ, ന്യൂസ് 18. നവീകരണത്തിന്റെ പേരിൽ കായംകുളം PWD വിശ്രമ മന്ദിരത്തിന്റെ ഒരു ഭാഗം പൊളിച്ചതിനെതിരെ മന്ത്രി G സുധാകരൻ. സർക്കാരിന്റെ അനുമതിയില്ലാതെയാണ് നിർമ്മാണ പ്രവർത്തനങ്ങളെന്ന് മന്ത്രി പറഞ്ഞു. ചെലവായ തുക ഉദ്യോഗസ്ഥരിൽ നിന്നും ഈടാക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലുള്ള കായംകുളം റെസ്റ്റ് ഹൌസിൽ ഇന്നലെ വൈകിട്ടെത്തിയ മന്ത്രി G സുധാകരൻ ഞെട്ടി. റെസ്റ്റ് ഹൌസിന്റെ മുൻഭാഗം ഇടിച്ച് പൊളിച്ചിട്ടിരിക്കുന്നു. അനുമതി വാങ്ങാതെ നടത്തിയ പ്രവൃത്തിക്കെതിരെ മന്ത്രിയുടെ രോഷം അണപൊട്ടി. ഉദ്യോഗസ്ഥരെ ശാസിച്ച G സുധാകരൻ തുടർന്ന് നടന്ന പൊതുയോഗത്തിലും കെടുകാര്യസ്ഥത ചോദ്യം ചെയ്തു. റെസ്റ്റ് ഹൌസ് പൊളിക്കാൻ തന്റെയോ വകുപ്പിന്റെയോ അനുമതിയില്ല. കോടികൾ പാഴാക്കിയ ഉദ്യോഗസ്ഥരിൽ നിന്നും ചിലവായ പണം ഈടാക്കും. ഇത്തരം ഉദ്യോഗസ്ഥർ നാടിന് ദുഷ്പേരുണ്ടാക്കുകയാണ്. ഇവർക്ക് സർക്കാരിനോട് കൂറില്ലെന്നും മന്ത്രി തുറന്നടിച്ചു. ഭീതിജനകമായ സംഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഒരു കൂറും ഈ നാടിനോടോ ജനങ്ങളോടോ ഖജനാവിനോടോ സർക്കാരിനോടോ ഇല്ലാതെ ഖജനാവ് നശിപ്പിക്കുന്ന, നാടിന് ദുഷ്പേരുണ്ടാക്കുന്ന പല ഉദ്യോഗസ്ഥന്മാരും അവിടെ ഇവിടെയൊക്കെ ഇപ്പോഴും ഉണ്ടെന്നാണ് ഇത് കാണിക്കുന്നത്. 1 വർഷം മുമ്പാണ് 2 കോടി രൂപ മുടക്കി റെസ്റ്റ് ഹൌസ് നവീകരിച്ചത്. വീണ്ടും നവീകരണത്തിന്റെ പേരിൽ കെട്ടിടം പൊളിച്ച സാഹചര്യത്തിൽ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 കായംകുളം. ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.